ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിനാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ, ഗുരുദർശനത്തിന്റെ 6-ാം ദിവസത്തെ ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ധന്യൻ മാറിവാനോസ് പിതാവിന്റെ ഓർമ്മ പെരുന്നാളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ പിതാവ് രചിച്ച വിശുദ്ധ കുർബാന ഒരു ധ്യാന പഠനം എന്ന ഗ്രന്ഥത്തിലെ കുർബാന സ്ഥാപനം എന്ന 2-ാമത്തെ അധ്യായമാണ് ഇന്ന് നാം മനസ്സിലാക്കാൻ പരിശ്രമിക്കുന്നത്. വിശുദ്ധ വാരത്തിലെ പെസഹ ദിനം ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. നമ്മുടെ കർത്താവായ യേശുമിശിഹ താൻ ഒറ്റയ്ക്കൊടുക്കപ്പെട്ട് കുരിശിലേറുന്ന തലേ സന്ധ്യയിൽ യഹൂദരുടെ പെസഹ നാളിലാണ് കർത്താവ് വിശുദ്ധ കുർബാനയും പൗരോഹിത്യവും സഭയിൽ സ്ഥാപിക്കുന്നത്. പഴയ നിയമത്തിൽ വിവരിച്ചിരിക്കുന്നത് പോലെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നുള്ള ഇസ്രായേലരുടെ പുറപ്പാടിനെ അനുസ്മരിക്കുന്ന ഒരു പ്രധാന തിരുനാളാണ് പെസഹ. പുറപ്പാട് പുസ്തകത്തിൽ 12ഉം 13ഉം അധ്യായങ്ങളിലാണ് ഇത് നാം വായിക്കുന്നത്. ഫറവോയുടെ അടിമത്തത്തിലായിരുന്ന ജനം ഈജിപ്തിൽ നിന്നും വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള യാത്ര ആരംഭിച്ചു. കഠിനഹൃദയനായ ഫറവോയെയും അവന്റെ ജനത്തെയും ശിക്ഷിച്ചുകൊണ്ട് യഹോവയായ ദൈവം അയച്ച 10 മഹാമാരികളുടെ അവസാനം സ്വതന്ത്രമാക്കപ്പെട്ട ജനത്തോട് മോശ പെസഹ ആചരണത്തെക്കുറിച്ച് സംസാരിക്കുന്നു. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളായ സ്വാതന്ത്ര്യത്തിന്റെ ഓർമ്മയ്ക്കായി ഇസ്രായേൽ ജനം ആചരിച്ചിരുന്ന ഈ പെസഹ സന്ധ്യയിലാണ് ക്രിസ്തുനാഥൻ പുതിയ പെസഹ ആചരിക്കുന്നതിനായി ശിഷ്യന്മാരുമൊത്ത് സെഹിയോൻ മാളികയിൽ ഒത്തുചേർന്നത്. പെസഹ വ്യാഴാഴ്ചയ്ക്ക് കൽപ്പന വ്യാഴാഴ്ച എന്നൊരു പേര് കൂടിയുണ്ട്. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 11-ാം അധ്യായത്തിലെ 23ഉം 24ഉം തിരുവചനങ്ങളിൽ ഇത് പ്രതിപാദിക്കുന്നു. കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിനു ശേഷം തന്റെ ശിഷ്യർക്കായി മുറിച്ച് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ. ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറയുന്നതിലൂടെ കർത്താവ് വിശുദ്ധ കുർബാനയാകുന്ന ബലിയെ അനുഷ്ഠിക്കണമെന്ന് കൽപ്പിച്ചു. അതുകൊണ്ടാണ് കൽപ്പന വ്യാഴാഴ്ച എന്ന പേര് പറയുന്നത്. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 26 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങളിൽ അപ്പത്തെയും വെള്ളവും വീഞ്ഞും കലർത്തിയ പാനീയത്തെയുമാണ് കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപനത്തിനായി ഉപയോഗിച്ചത് എന്ന് പറയുന്നുണ്ട്. അവിടെ നാം കാണുന്നു, കർത്താവ് തന്റെ കൈകളിൽ അപ്പവും വീഞ്ഞും എടുത്തുകൊണ്ട് സ്തോത്രം ചെയ്ത് അതിനെ വാഴ്ത്തി ശുദ്ധീകരിച്ചുകൊണ്ട് തിരുശരീര രക്തമാക്കി തീർത്ത് വിശുദ്ധ സ്ലീഹന്മാർക്ക് കൊടുക്കുന്നു. പിന്നീട് അവിടുന്ന് കൽപ്പിക്കുന്നു, ഇത് തന്റെ തിരുശരീരവും തിരുരക്തവും ആകുന്നു എന്ന്. തന്റെ 2-ാം വരവോളം തുടരേണ്ട ഒരു ദിവ്യ രഹസ്യം ആണിത്. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 26-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു, നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിന്റെ മരണം അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ കർത്താവ് അപ്പത്തെയും വീഞ്ഞിനെയും തിരുശരീര രക്തമാക്കി തീർത്തത് എന്തിനു വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. തന്റെ ശ്ലീഹന്മാർക്കും അവർ മുഖാന്തരം തിരുസഭയ്ക്കും എന്നേക്കുമായി വിശുദ്ധ കുർബാനയെ ഭരമേൽപ്പിക്കുന്നതിന് വേണ്ടിയാണ് യേശുനാഥൻ ഇപ്രകാരം ചെയ്തത്. പെസഹ സന്ധ്യയിൽ സെഹിയോൻ മാളികയിൽ വച്ചാണ് ക്രിസ്തുനാഥൻ വിശുദ്ധ കുർബാനയും പൗരോഹിത്യവും സഭയിൽ സ്ഥാപിക്കുന്നത്. തിരുപ്പെട്ട ശുശ്രൂഷയിൽ ലഭിക്കുന്ന കൈവയ്പിലൂടെ ഓരോ പുരോഹിതനും ഇന്ന് തിരുസഭയിൽ കുർബാന അനുഷ്ഠിക്കുവാനുള്ള കൃപ ലഭിച്ചിരിക്കുന്നു. വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുമ്പോൾ പട്ടക്കാരൻ സഭയുടെ പ്രതിപുരുഷന്മാരും ഈശോമിശിഹായുടെ സ്ഥാനപതിയായി നിന്നുകൊണ്ട് കർത്താവ് പ്രവർത്തിച്ചതുപോലെ വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുന്നു. അങ്ങനെ യേശുമിശിഹായുടെ തിരുശരീര രക്തങ്ങളായി അപ്പവും വീഞ്ഞും രൂപാന്തരപ്പെടുന്നു. ഈ അധ്യായത്തിന്റെ അവസാനത്തിൽ പിതാവ് പറയുന്ന കാര്യം വളരെ ശ്രദ്ധേയമാണ്. പട്ടക്കാരനോട് ചേർന്ന് നിന്നുകൊണ്ട് വിശുദ്ധ കുർബാനയുടെ ഓരോ ശുശ്രൂഷകളിലും ആത്മാവിലും മനസ്സിലും ഭക്തിപൂർവ്വം പങ്കുകൊള്ളുവാനുള്ള കടമ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. പൂർണ്ണ സമർപ്പണം ഉണ്ടെങ്കിൽ മാത്രമേ നാം പങ്കുകൊള്ളുന്ന ബലി നമ്മിൽ പൂർണ്ണമാവുകയുള്ളൂ. ഓരോ വിശുദ്ധ കുർബാനയിൽ ഉത്തമമായ ഒരുക്കത്തോടും ഭക്തിപൂർവ്വവും പങ്കെടുക്കാം. അതിനുള്ള കൃപ ദൈവം ധാരാളമായി നമുക്ക് നൽകട്ടെ.